ഒരു വാഹനം സ്വന്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് നമുക്ക് പത്തനാപുരത്ത് ടെസ്റ്റിന് കാണിക്കേണ്ട വാഹനമാണ്. പിയാജിയുടെ ആപ്പ സിറ്റിയാണ്. ഇത് CNG പെട്രോൾ വാഹനമാണ്. സെയിലിന് വാഹനങ്ങളുണ്ട്. ടാക്സിയും പ്രൈവറ്റ് വാഹനങ്ങളും നിലവിൽ നിൽപ്പുണ്ട്. ഗൈസ്, നമ്മുടെ ചാനലിൽ കൂടെ പുതിയതായിട്ട് വീഡിയോ കണ്ടിരിക്കുന്നവരെല്ലാം ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്തേക്കണം. നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ലൈക്ക്, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് കാണാനും ശ്രമിക്കുക. ഇതിപ്പോൾ പത്തനാപുരത്ത് ടെസ്റ്റ് നടക്കുന്ന നിലവിൽ ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ്. വീഡിയോയുടെ എൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കിന്നൊരു CNG പെട്രോൾ വാഹനമാണ് നമുക്കിന്ന് കാണിക്കേണ്ടത്. പിയാജിയുടെ ആപ്പ സിറ്റി 2023 മോഡൽ വാഹനമാണിത്. ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട് രണ്ടാമത്തെ ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഷോറൂമുകാർ ടെസ്റ്റ് ചെയ്ത് നമ്പർ ചെയ്തിട്ടാണ് തരുന്നത്. ഇതിപ്പം രണ്ടാമത്തെ ടെസ്റ്റാണ്. ഇപ്പം പെട്രോളിലാണ് ഓടുന്നത്. CNGയുടെ സ്വിച്ചാണ് വരുന്നത്. താപ്പോട്ട് ആ പച്ച ഭാഗം വരുന്ന CNG ആണ്. ആ CNG ഓണാക്കി കഴിഞ്ഞാൽ CNGയിൽ ഓടും. നിലവിൽ പെട്രോളിലാണ് ഇപ്പം ഈ വാഹനം ഓടുന്നത്. CNGയുടെ ഗ്യാസ് അതിൻ്റെ കുറ്റി വരുന്നത് അതായത് ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിലാണ്. ഡ്രൈവർ ഇരിക്കുന്നിടത്താണ് CNGയുടെ കുറ്റി വരുന്നത്. ഓടിച്ചിട്ട് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നമ്മുടെ ഒരു സാധാരണ പെട്രോൾ വണ്ടിയുടെ അത്രയും പോലും ഒരു പവർ ഇല്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത്. അതായത് നല്ല രീതി പവർ കുറവാണ് ഈ CNG വാഹനവും. അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളൊക്കെ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ BS6 വാഹനങ്ങളും അതുപോലെ തന്നെ സെൻസർ വരുന്ന വാഹനങ്ങളൊന്നും എടുക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ BS4 വരെയുള്ള വാഹനങ്ങൾ ഓക്കെയാണ്. ആപ്പയൊക്കെ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട് BS4 വാഹനങ്ങൾ, അതൊക്കെ ഓക്കെയാണ്. അങ്ങനെയുള്ള വാഹനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഉദ്യോഗസ്ഥർ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഏകദേശം ഒരു 10 മണി ആയപ്പോഴേ വന്ന് 11 മണി കഴിയുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏജൻ്റൊക്കെ വന്ന് പേപ്പറെല്ലാം തന്നു. വെഹിക്കിൾ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. അവർ വന്ന വണ്ടിയാണ് ഇപ്പോൾ കാണുന്നത്. ഏകദേശം 11 മണി കഴിഞ്ഞു അവർ വന്നപ്പോഴത്തേക്ക്. വാഹനങ്ങൾ നോക്കി തുടങ്ങിയിട്ടുണ്ട്. 2023 മോഡലാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എൻജിൻ നമ്പറും ചേസ് നമ്പറും എല്ലാം നല്ല വൃത്തിയായിട്ടിരിക്കുന്ന വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞു. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. സെൻസർ വാഹനങ്ങളും അതുപോലെ തന്നെ BS6 വാഹനങ്ങളൊന്നും എടുക്കാതിരിക്കുക. BS4 വരെ ഇറങ്ങിയ വാഹനങ്ങളൊന്നും ഒരു കുഴപ്പവുമില്ല. എന്തോ പറ്റിയാൽ നമുക്ക് റെഡിയാക്കി എടുക്കാം, കൊണ്ടു നടക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. മറ്റൊരു പുതിയ വീഡിയോ കൊണ്ട് വീണ്ടും വരുന്നതാണ്. ചാനൽ മറക്കാതെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.